ഹായ്, എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരള ടു ഓൾ ഇന്ത്യ നേപ്പാൾ ടൂറിലാണ്, സൈക്കിൾ ടൂറിലാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് അരുണാചലിലെ ഡോങ് വാലിയിലാണ്. നമ്മൾ രാവിലെ എണീച്ച് ഒരു സൺറൈസ് കാണാൻ വേണ്ടി പോയി. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകട്ടാ. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ഏകദേശം 1:40 ഡോങ് വാലിയിലെ സൺറൈസ് കാണാൻ വേണ്ടി പോകണേട്ടാ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് മലയാളികളുണ്ട്. ബ്രോ, എവിടെയാണ് നാട്ടിൽ? കോഴിക്കോട്. എങ്ങനെയാ പേര്? ബ്രോ എങ്ങനെയാണ്? എവിടെ നാട്ടില്? കോഴിക്കോട് തന്നെ. അവിടെയും ഒരാളുണ്ട്. പിന്നെ നമ്മുടെ ബ്രോയും ഉണ്ട് കേട്ടോ, തെലങ്കാനയില. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. ഹലോ, നിങ്ങളുടെ പേരൊന്ന് പരിചയപ്പെടുത്തുവാ. പേര് പരിചയപ്പെടുത്ത്. വ്ലോഗാ. ശരി, നാളാ. ബ്രോ ठीक है ना? हाँ सुबह ब्रो। अभी हम लोग कहाँ जा रहे हैं? अभी हम जा रहे हैं सन को देखने, सन को उठाने जा रहे हैं। अच्छा, उठाने जा रहे हैं ना? നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പോയിന്റ് എത്തും. അവിടെ നിന്ന് വേണം നമ്മൾ ട്രെക്ക് ചെയ്ത് പോകാനായിട്ട്. ഇപ്പം ഏകദേശം 1:40 ആയിട്ടുള്ളൂ. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കയറി പോണേട്ടാ ഡോങ് വാലിയിലെ സൺറൈസ് കാണാൻ വേണ്ടി. ഇവിടെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോണ റൂട്ടിൽ. ഇവിടെ എന്ന് പറയുന്നത് മേർ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ട്രൈബാണ് കേട്ടോ. അപ്പോൾ അതേ ടിബറ്റൻ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് 2 റൂട്ട് കാണിക്കുന്നുണ്ട്. यहाँ में दिख रहा था डोंग होने वाला है सनराइज. आप मेरे को कितना बजे बोला था? 1 बजे आएगा. हम तो 1 बजे स्टार्ट किए थे. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ഒരു റോഡ് എത്തിയട്ടാ. ഇവിടെ സൺറൈസ് ട്രെക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബ്രോ, ये रास्ता है ना? आपका आइडिया में ये क्या है? ये रास्ता है ना? बिल्कुल ബ്രോ. അപ്പോൾ നമ്മൾ കയറി പോണല്ലേ, കയറണം, സൺറൈസ് കാണണം. ഈ റൂട്ട് എങ്ങാടേക്കും അപ്പോൾ? കാഹോലേക്കാണല്ലേ? ऐसे रास्ता है ब्रो काहो? ऐसे रास्ता है काहो का? अच्छा, वहाँ में क्या ब्रिज है? ओह, ब्रिज लेके लेफ्ट गया तो अच्छा, साइकिल जाएगा ना? ഇതാണ് തോന്നുന്നു നമ്മുടെ സൺറൈസ് പോയിന്റ്. വെൽക്കം ടു മില്യം ഫസ്റ്റ് സൺറൈസ് ഡോങ് ടൂറിസ്റ്റ് അഡ്വൈസറി. ഇവിടെ ഓരോ സംഭവം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൽ ഇവർ പാലിക്കേണ്ട റൂൾസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഡോൺ ത്രൂ ഗാർബേജ്, ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുന്നാണ് പറഞ്ഞേക്കണത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് ഡബ്ബയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നട്ടാ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇത് തുറക്കുമായിരിക്കും. ഇതാണ് നമ്മൾ പോണ റൂട്ട് കേട്ടോ. ഗൈഡ് വേണമെന്നാണ് പറഞ്ഞത്. ഗൈഡ് ഇല്ലാണ്ട് സമ്മതിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇവർ പണിതിട്ടുണ്ട്, അതുവഴി കയറണം കേട്ടോ. ഇവിടെ നമ്മൾ ഇത്ര നേരം വന്നിട്ട് ഗൈഡ് കാര്യങ്ങളൊന്നും കണ്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയേട്ടാ. ഗൈഡ് ഇല്ലാണ്ട് പോകാൻ പാടില്ലെന്നാണ് എഴുതി വെക്കണത്. പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടാവുമെന്നും ഒരു പിടുത്തമില്ല കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കണേണ് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിയിൽ നിന്നും നമ്മൾ ഏകദേശം കുറച്ച് ദൂരം വന്ന് ചെറിയ ലൈറ്റുകൾ കാണാനല്ലേ. ഇതൊക്കെ വാലോങ്ങിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അതുപോലെ ദിനാന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 3 മല കയറി വേണം നമ്മൾ യാത്ര ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സൺറൈസ് പോയിന്റിലേക്ക് എത്തുള്ളൂ. ഗൈഡ് കിട്ടിയില്ല കേട്ടോ. എന്താവുന്ന അറിയില്ല. നമ്മൾ മാക്സിമം കയറി പോകുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഗൈഡിനെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടാവും കേട്ടോ. പോണ റൂട്ടിൽ ഇതേപോലെ ഒരുപാട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു നല്ലൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ആളുകളൊക്കെ കുപ്പി, പ്ലാസ്റ്റിക് കവറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടേക്ക് എറിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതൊക്കെ വെച്ചേക്കണത്. നല്ല രീതിക്ക് എത്തിച്ചു കേട്ടോ. അവിടെ മൂൺ കാണാൻ പറ്റണല്ലേ. നമ്മളിനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം, എന്നാൽ മാത്രമേ നമ്മൾ മേളിലേക്ക് എത്തിപ്പെടുള്ളൂ കേട്ടോ. സൺറൈസ് എനിക്ക് തോന്നുന്നു 3:30 ആകുമ്പോഴായിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ സൺറൈസ് പോയിന്റിലെത്തി. കണ്ടില്ലേ, സൺറൈസ് ഫെസ്റ്റിവൽ കേട്ടോ. ഇവിടുത്തെ ഫെസ്റ്റിവലാണ് സൺറൈസ് ഫെസ്റ്റിവൽ. പക്ഷെ ഇതിന് ഒരു ടൈമുണ്ട് കേട്ടോ.
ഇത് ടൈമാണെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു തന്നെ കാണാൻ പറ്റും കേട്ടോ. മേളിൽ അമ്പിളി മാമനൊക്കെ ഉണ്ട്. ब्रो सनराइज फेस्टिवल कौन सा महीना में फेस्टिवल मालूम है? नवंबर दिसंबर में है ना. എല്ലാവരും ചത്തല്ലേ? दिसंबर में क्योंकि क्रिसमस के बाद नहीं हॉर्नबिल के बाद था. अच्छा. നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. 3:45 മിക്കവാറും സൂര്യൻ ഉദിക്കുന്നതാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ. കാരണം രാവിലെയൊക്കെ ചെറിയ രീതിയിൽ മഴ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കോടയുണ്ട്. അതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് കേട്ടോ. ആ അടിയിൽ ഒഴുകുന്നതാണ് ലോയിറ്റ് റിവർ. നമ്മളിപ്പോൾ ഏകദേശം നല്ലൊരു ഉയരത്തിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമല്ല, വീണ്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. യെസ്, നമ്മൾ ഗൈഡ് എടുക്കാണ്ടാണ് വന്നത്. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടൊക്കെ പോകണത് എനിക്ക് തോന്നുന്നു കാഹോ കിബിറ്റോ അങ്ങോട്ടൊക്കെ പോണ റൂട്ടാണ്. പിന്നെ അതുപോലെ ആ സൈഡിൽ കാണാൻ കേട്ടോ വലോങ് ഉണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ ആസാമിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ജസ്റ്റിസ് ഫോർ സുബീൻ ഗർ എന്നൊക്കെ പറഞ്ഞ്, അതായത് ആസാമിലെ സിംഗറാണ് ടോപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ എന്തോ ഷെട്ടൊക്കെ കാണുന്നുണ്ട്. ഇതെന്തോ സംഭവം എന്ന് അറിയില്ല കേട്ടോ. മിക്കവാറും വല്ല യൂറിൻ പാസ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ ഇവിടെ ടിക്കറ്റൊന്നും എടുത്തില്ല കേട്ടോ. ടിക്കറ്റാണ് ഇവിടെ നമ്മൾ ഗൈഡിന് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഏകദേശം 500 എടുക്കണമെന്നാണ് കേട്ടത്. മിക്കവാറും അടിയിൽ പോകുമ്പോഴായിക്കോട്ടെ ഇവർ ചോദിക്കണ. വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഇല്ലാട്ടില്ലേ. പിന്നെ ഇതൊക്കെ കാണുന്നത് ബാത്റൂമാണ്. അതന്നെ ബാത്റൂമാണ്. പക്ഷേ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കണ കേട്ടോ. പുള്ളി ഇങ്ങനെ പച്ചപ്പാർന്നൊരു എന്താ പറയുക, ഒരു പ്രതലമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഒരു മലയിലൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഹെൽമറ്റ് ടോപ്പ്. നമ്മളിപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. बस आप कैसे आया? मेरा कैंपर वैन लेके आया. कैंपर वैन लेके आया? अच्छा, किस लिए आया आप? मैं आपको मिलने आया. मेरे को मिलने के लिए आया. आप फिर क्यों केरला नहीं आया? केरला में मिला नहीं था इसलिए. आपको कैसे मालूम है मैं यहाँ में? डेस्टिनी था. अच्छा, केरला में गया तो तब नहीं मिला ना, इसलिए याद रखे. നമ്മളെ ഇന്ന് വന്നിട്ട് ആകെ പണി കിട്ടിയ അവസ്ഥയെന്ന് പറയാം കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ. സൺസെറ്റ് അല്ല, സൺറൈസ് കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് കോട വന്നിരിക്കുന്നത്. നോക്കി, എവിടെ നോക്കിയാലും ഇതാണ് കേട്ടോ അവസ്ഥ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ അവിടെ എനിക്ക് വന്ന എന്തോ ടാങ്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പോകുമ്പോൾ നമ്മളെന്തോ 500 എന്തോ കൊടുത്തിട്ട് പോകണം കേട്ടോ. ഇതുണ്ടല്ലേ, അവർ എല്ലാവരും അങ്ങാട് പോയിട്ടോ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങാടേക്ക് പോകുള്ളൂ. കാരണം നമ്മളിവിടെ വന്നുകൊണ്ട് ആ ഒരു ഏരിയയൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തോ ബങ്കറുകളാണെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ആർമിയുടെ ബങ്കറുകളാണെന്ന് തോന്നുന്നത്. ആർമി അല്ലെങ്കിൽ ആസാം റൈഫിലിൻ്റെ എന്തോ തോന്നുന്നുണ്ട്. ആസാം റൈഫിലല്ല, ആർമീൻ്റെ തന്നെ ആയിരിക്കുള്ളൂ. ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇൻസ്പെക്ഷൻ പോലെ വരാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തോട്ട് വരാറുണ്ടെന്നാണ് കേട്ടത്. ഒരു പിടുത്തമില്ല. ഇതൊരുപാട് പഴക്കം ചേർന്ന ബങ്കറുകളാണ് കേട്ടോ. നമ്മളെന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഇപ്പം ഉണ്ട്. ഇനി അവരെ നമ്മൾ പോയി മീറ്റ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ അവരുടെ വണ്ടിയിലാണ് വന്നത്. കാരണം സൈക്കിൾ നമ്മൾ ആർമി ക്യാമ്പിൽ വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടിയിലേക്ക് ഇറങ്ങനെയാണ്. ഇതാണ് നമ്മൾ കയറി വന്ന റൂട്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് പടികളെല്ലാം ഇനി നമ്മൾ ഇറങ്ങി വേണം പോവാൻ. അടിയിൽ നല്ല വിശാലമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ ഒരു കാഴ്ചയെ കുറിച്ച്? സന്തോഷമാണ് ഞങ്ങൾക്ക്. ഉറപ്പല്ലേ? സൂര്യനെ കാണാൻ പറ്റാത്തതിന് ഇതിൽ വിഷമം. കാണാൻ പറ്റാത്തതിന് ചെറിയൊരു വിഷമമുണ്ട്. സീസണിൽ വന്നാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും തോന്നുന്നത്. നമ്മുടെ അത്രയില്ല, ഒരു സൺറൈസ് ഒന്നും ഇവിടെ കിട്ടില്ല. അതാണ് മേ ബി സീസൺ നമുക്ക് കിട്ടുക. അതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ അത്ര അല്ലേ ആ ഒരു ഇത് എവിടെയും കിട്ടണല്ല. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സൺറൈസ് പോയിന്റ് ആയതുകൊണ്ട്
വരുന്നു ഇവിടെ വരുന്നു, കാണുന്നു. നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു കൂടെ വന്നതല്ലേ, ഇതും കൂടി കാണാണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് പോണ്ട എന്നുള്ള ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മള് അല്ലാണ്ട് കാണുമെങ്കിൽ നമ്മുടെ കുലുക്കുമല അല്ലേ, അതിനെ വെല്ലാൻ ഒക്കൂല. കുളുക്കുമലിന്റെ വെല്ലാൻ ഒക്കൂല. അതാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മള് അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. ഇപ്പൊ നമ്മള് രാവിലെ വന്നത് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് വന്നത്. അതുപോലെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേകൾ ഉണ്ട് കേട്ടാ. ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേ കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. നമ്മളിത് ഈ കാണുന്നത് ലോയിഡ് റിവർ ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ സൈക്കിൾ വന്നെടുത്ത് ഇവിടെ ഒരു ആർമിയുടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് കഫേ ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഫുഡൊക്കെ തന്ന് നല്ല ദോശയൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ ഉള്ളായതുകൊണ്ട് നമ്മൾ അതാ വീഡിയോ എടുക്കാനത്. അവിടുന്ന് ഫുഡ് കാര്യങ്ങൾ കഴിച്ച് ചായ കുടിച്ച് ഇപ്പോൾ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് കിബിറ്റോയിലേക്കാണ്. കിബിറ്റോ പോകണോ ആദ്യം കാഹോ പോകണമെന്ന് എനിക്ക് അറിയില്ല. ഇവിടുന്ന് രണ്ട് റൂട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ഒരു റൂട്ട് പോയിട്ട് അവിടുത്തെ ഡീവിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാട്ടാ. ഇപ്പം മഴക്കാലമാണ്, ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട്, എന്താവും അറിയില്ല കേട്ടാ. ഇതാണ് നമ്മൾ പോണ റൂട്ട് കേട്ടാ. ഇതിങ്ങനെ മണ്ണിടിഞ്ഞിടിഞ്ഞ് വീണേക്കാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കട്ടിങ് എന്തോ നടക്കാൻ കേട്ടോ, അതുകൊണ്ടായിരിക്കാം. കാരണം റോഡിൻ്റെ അവസ്ഥ നോക്കി ചെറിയൊരു റോഡാണ്. ഇതിന് ഇവർ കട്ട് ചെയ്ത് വലുതാക്കിയിട്ടാണ് ടാർ ചെയ്യുള്ളൂ കേട്ടോ. നേരെ കാഹോ കിബിറ്റോ ഒക്കെ പോണ റൂട്ടാണ്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ലോയിഡ് റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നംതി എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ. അവിടെ ചെറിയ വീടുകൾ പണിയുന്നുണ്ട്. ഒരുപാട് വീടും കാര്യങ്ങളൊന്നും ഇല്ല, 1-2 വീടൊക്കെ ഉള്ളൂ കേട്ടോ. അതിനാണ് നംതി എന്ന് പറയുന്ന ഒരു വില്ലേജ് മാത്രമേക്ക് വെച്ചേക്കണത്. അങ്ങനെ കോട്ടേജുകൾക്ക് വലിയ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കോട്ടേജുകൾ കിട്ടാനും അതുപോലെ സ്റ്റേയും കാര്യങ്ങളും കിട്ടാനും ബുദ്ധിമുട്ടാവും. പക്ഷേ 1-2 ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു സ്ഥലം കിട്ടിയിട്ടാ. അവിടെ കുറച്ച് ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കാരണം ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയിട്ടില്ല കേട്ടാ. ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രിയും കിടന്നില്ല, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകണേട്ടാ. ഞാൻ ശരിക്കും തൂങ്ങിയ അവസ്ഥയിലായിപ്പോയി, കാരണം ഉറക്കം ശരിയാകണ്ടേ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോണത് കിബിറ്റോയിലേക്കാണ്. നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതെന്തോ ടെമ്പിൾ എന്തോ ഒക്കെയാണ് കേട്ടോ. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. നല്ല രീതിയിൽ ഉറക്കം വന്നിട്ടാ. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുകയാണ്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് മുഞ്ചിരിക്കണേണ്. കാരണം എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിക്കാൻ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യലാന്ന് വെച്ചിരിക്കണേട്ടാ. മാതിരി ക്ഷീണമുണ്ട്. ഈ കാണുന്നത് 1962 ഇന്ത്യൻ ആർമിയുടെ വണ്ടിയാണ് കേട്ടോ. എന്നാലും എത്ര പഴക്കമുള്ള വണ്ടിയാന്ന് നോക്കിയേ. ഇത് മറ്റേ ഇതിനെന്താ പറയണ ഇത് നമ്മുടെ GTA-യിലേക്കുള്ള ടൈപ്പ് സാധനമുള്ള. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതുവരെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചാൽ ടയറൊക്കെ എല്ലാം പോയി കിടക്കണം. എത്ര വർഷം പഴക്കമുള്ളതാണ്. ഇതിപ്പോൾ വർക്കൊന്നും ചെയ്യില്ലെന്ന് തോന്നണ്. ഞാനിത് ഇങ്ങനെ അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് സംഭവം. കാലാവസ്ഥ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. സൈക്കിൾ ഓട്ടിട്ട് പറ്റണില്ല കേട്ടാ. നല്ല രീതിയിൽ ടയേർഡായി, അതുപോലെ നല്ല ക്ഷീണമുണ്ട് കേട്ടാ. നമ്മൾ സഞ്ചരിക്കാൻ റൂട്ടാണ്. മന്നോയ്ക്ക് കുറച്ച് ഗ്രിഫുകാർ വിളിച്ചേട്ടാ. എൻ്റെ ക്യാമ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനോട് ചോദിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുമോയെന്ന് വെച്ച്. സെറ്റാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കിടക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കണ്ണൊക്കെ അടഞ്ഞു പോണ്. നല്ല രീതിയിൽ ഉറക്കാൻ പറ്റാണ്ട് എവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയിട്ടാ. കാരണം മഴ പൊടിയുന്നുണ്ട്. കിടന്ന് ഉറങ്ങി വരുമ്പോഴേക്കും മിക്കവാറും നന്ദി ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടിയാലും ടെൻ്റ് അടിക്കാം. നമ്മളെ ഇപ്പോൾ വന്ന വഴിക്ക് നമുക്കിവിടെ ഒരു ഗ്രിഫിൻ്റെ ക്യാമ്പല്ല കേട്ടോ, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ക്യാമ്പ് കിട്ടി. അവർ ഗ്രിഫിൽ നിന്നും കോൺട്രാക്ട് എടുത്ത് റോഡ് പണിയാനായിട്ടാ. കുറച്ച് നേരം അവരുടെ അവിടെ പോയി കിടന്നുറങ്ങി. എന്നാലും ഉറക്കം സെറ്റായിട്ടില്ല. ഒരു 1-1.5 മണിക്കൂർ കിടന്നുറങ്ങി, ഫുഡ് കഴിച്ച്. അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീർന്ന് ഫോൺ ചാർജ് ചെയ്തിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിന്നിപ്പോൾ ഏകദേശം ഒരു 8-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കറൗത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കാഹോ കിബിറ്റോ ഒക്കെ പോകുന്നത്. അത് രണ്ടും 2 റൂട്ടാണ് കേട്ടോ. നമ്മളെ പോണ റൂട്ടിലുള്ള ആകെയുള്ള മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ വീടുകൾ കാണാൻ പറ്റും, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അടിയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ.
ഇതിൻ്റെ വ്യൂ നമ്മൾ കുറച്ച് നേരോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു മലയിൽ ചെറിയൊരു മഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏകദേശം മഞ്ഞിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ്, എന്നാലും അവിടെയും ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു റൂട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരാണ് കറോത്തി ബ്രിഡ്ജ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ കിബിറ്റോട്ട് പോയിട്ട് നേരെ പോകുന്നത് കിബിറ്റോയിലേക്കാണ്. അതുപോലെ തന്നെ കാഹോ ഡോങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു റൂട്ട് കയറി വേണോട്ട് പോകാൻ. ഈ റൂട്ട് കയറി നേരെ കാഹോ പോകാൻ പറ്റും, അതുപോലെ തന്നെ ഡോങ് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ല, നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി പോയി. അതൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു റോഡ് വരും. ആ ഒരു വഴി ചെന്നിട്ടാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ എത്തുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മേലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തും. എന്നിട്ട് വേണ്ടി നമുക്ക് അവിടെ നിന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വരാം, തിലത്തിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് നേരെ കിബിറ്റോയിലേക്ക് പോകാം. കിബിറ്റോയിൽ എനിക്ക് തോന്നുന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്, കാരണം ഫുള്ള് ആർമി ഏരിയ എന്നാണ് പറയണത്. അവിടെ എന്താ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളിനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കിബിറ്റോ എത്തും. എനിക്ക് തോന്നുന്നത് ആ കാണുന്നതാന്ന് തോന്നുന്നുണ്ട് കിബിറ്റോ. അവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് തന്നെ ചൈനയുടെ ടൈം കാണിക്കട്ടെ ഫോണിൽ. ഇപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:40 ചൈന ടൈം. ഇന്ത്യ ടൈം ആണെങ്കിൽ 2:10. ഏകദേശം 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് ചൈനയിലേക്ക്. എന്നാലും ഇവിടെ ഇന്ന് കഴിഞ്ഞാലും ചൈനയുടെ ഇത് കാണിക്കണ്ട കേട്ടാ. എന്തായാലും നെറ്റ്വർക്ക് കിട്ടാനുള്ള, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാട്ടെ. ഇപ്പം എത്തുന്നൊരു പിടുത്തമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോട്ടാ. കിബിറ്റൂലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഇതേ പോണ നോക്കിയേ, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്. തേജുവിൽ നിന്ന് കിബിറ്റൂലേക്ക് ഉണ്ട് കേട്ടോ. ഞാനൊട്ടും പ്രതീക്ഷയിലാട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഹവായി വരെ ഉള്ളൂ എന്നാണ്. പിന്നെ മനസ്സിലായത് ഹൈലോങ് വരെ ഉണ്ട്. വലോങ് വരെ ഉണ്ട്. വലോങ് കഴിഞ്ഞിട്ട് കിബിറ്റു വരെ ഉണ്ട് കേട്ടോ. കാഹോലേക്ക് ഉണ്ടാന്ന് അറിയില്ല. എന്തായാലും നല്ല കാര്യമുണ്ടാ. അതായത് തേജുവിന്ന് ഏകദേശം 200 സംതിങ് കിലോമീറ്റർ സഞ്ചരിച്ച് കിബിറ്റോ വരെ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ്സിനൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്തോ, രാവിലെ ഏകദേശം 5-6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നിട്ടാണ് നമ്മുടെ തേജുവിന്ന്. അതുപോലെ തന്നെ ഇവിടുന്ന് റിട്ടേണും 5-6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ കിബിറ്റോ വില്ലേജിലെത്തിയേട്ടാ. കണ്ടില്ലേ, വെൽക്കം ടു കിബിറ്റോ വൈബ്രൻ വില്ലേജ് കേട്ടാ. ഇവിടുന്ന് കുറച്ച് മേലിലേക്ക് കയറാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വില്ലേജിലെത്തും. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അലൗഡ് അല്ല കേട്ടോ വീഡിയോസ്, കാരണം ആർമി ഏരിയയാണ്. അതുകൊണ്ട് വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭക്ഷണം അടിയാ കിതച്ച് പണ്ടാലടങ്ങിയിരിക്കണേട്ടാ. നല്ല കയറ്റം എന്ന് പറയുന്നത് അപാര കയറ്റം. റോഡ് ഉണ്ടല്ലേ, പണി നടന്നിട്ടിരിക്കണേണ്.